ഇവിടെ ഒരു കാര്യമാണ്, നമുക്കിപ്പോൾ സിനിമയിലെ വയലൻസ് ജനങ്ങളെ സ്വാധീനിക്കുന്നു പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി എന്താ ഒരു അഭിപ്രായം? അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ? വയലൻസ് എന്നും വയലൻസ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. കാരണം വെച്ചാൽ പക്ഷെ അത് ജനത്തിനെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എത്ര കാര്യങ്ങൾ ലോകത്ത് കാണുന്നു, അതെല്ലാം സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയാനുണ്ട്. ഇതൊക്കെ ഓരോരുത്തർ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവർക്ക് ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ടാവും. അത് പ്രത്യേകിച്ച് സിനിമ അതിന് കാരണമാക്കി പറയുന്നത്. അതേപോലെ വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല വന്നപ്പോൾ ഈ പണി മാർക്കോ പോലെ സിനിമകളൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ. ഞാൻ ചോദിക്കട്ടെ, ഈ പണിയും മാർക്കോവിന് മുമ്പൊന്നും ഇവിടെ ഒരു കാര്യവും നടന്നിട്ടില്ല. ഇപ്പം നടക്കുന്നതെല്ലാം ആട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ രണ്ട് പടങ്ങൾക്കാണ്. എന്നാൽ ഇതിനു മുമ്പ് ഇതിനെക്കാട്ടും ഭീകരമായ കൊലപാതകങ്ങളും പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രക്രിയകളൊക്കെ നടന്നിട്ടുണ്ട്. അന്നൊന്നും ഏത് സിനിമയെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്? അന്നെല്ലാം കുടുംബചിത്രങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പം അങ്ങനെ പറയുന്നതിലൊരു അർത്ഥമൊന്നുമില്ല. നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റണം ആൾക്കാരുടെ, അതാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അല്ല സിനിമ അതിനെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് ഈ സിനിമകള്, കഥകള് ഓരോ കാലത്തും അതാത് ജനങ്ങളുടെ ആസ്വാദന നിലവാരം അനുസരിച്ചാണ് നിർമ്മിക്കപ്പെടുക. അത് നമ്മള് സാക്ഷാത്കരിക്കുക. അപ്പൊ ഈ കുറെ അടുത്ത കാലങ്ങളായിട്ട് ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ലോക സിനിമയിൽ നമ്മൾ ഇപ്പൊ അക്രമങ്ങൾ പണ്ട് മുതലേ ഉണ്ട്. തമിഴ് നമ്മള് കുറെ കരുതിലേക്ക് നമ്മൾ ഇംഗ്ലീഷ് സിനിമ കാണുമ്പോൾ ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥയിൽ മലയാളത്തിലും ഹിന്ദിയിലും ഇന്ത്യയിലേക്ക് അത് വന്നു തുടങ്ങിയിട്ട് വളരെ കുറച്ചു കാലമായിരുന്നു. നമ്മുടെ പഴയ മലയാള സിനിമകളിലൊന്നും വലിയൊരു വയലൻസ് കാണാൻ കഴിയില്ല. പക്ഷെ ഇപ്പോ പുതിയ തലമുറ വയലൻസ്, ഫൈറ്റ് അതൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ ചെറുപ്പം നിഞ്ച പടങ്ങൾ കാണാൻ, ഫൈറ്റ് കാണാൻ പോകുന്നില്ല. ഇപ്പൊ ഇത്തരം സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന തലമുറ നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത്തരം സിനിമകൾ ഉണ്ടാക്കുന്നതും ആൾക്കാരിലേക്ക് എത്തിക്കുന്നതും അത് വിജയിക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ ആ പടങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഈ മൊത്തം വയലൻസ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് നല്ല സിനിമകൾ നന്മയുള്ള പദങ്ങൾ ഇറങ്ങുന്നുണ്ട്. അത് കണ്ട ആൾക്കാർ നല്ല ആവശ്യം. അപ്പൊ ഇതൊക്കെ ആൾക്കാർ സ്വാധീനിക്കുന്നു പറഞ്ഞാൽ ഒരു പരിധി വരെ സ്വാധീനിക്കാം. മാത്രം ബലക്ഷയമുള്ള മനസ്സുള്ള ആൾക്കാർക്ക് സ്വാധീനിക്കാം. അതൊരു പൊതുസമൂഹത്തില് അത് മെജോറിറ്റി ആൾക്കാർ സ്വാധീനിക്കുന്നു പറയുന്നത് ശരിക്കും തെറ്റാണ്. അത് നമ്മള് അത് സിനിമാ മാധ്യമത്തെ അടച്ചു പറയാൻ തുല്യാവും. ഇങ്ങനെയല്ല, നല്ല സിനിമകൾ ഇറങ്ങുമ്പോൾ നല്ല രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ചിന്തയും ആസ്വാദനവും ഉയർത്തുന്ന തരത്തിലുള്ള പടം കാണുന്നുണ്ട്. പക്ഷെ ചില ഒറ്റപ്പെട്ട സംഭവം നടക്കുമ്പോൾ അത് മാത്രം സിനിമ കണ്ടിട്ടാവുന്നത് ശരിയാണ്. വെഞ്ഞാറമ്മൂടുണ്ടായ സംഭവമൊക്കെ പറയുന്ന മാർക്കോ പണി പോലുള്ള സിനിമകൾ ഓരോ ടൈപ്പ് മാർക്കോ പണി എന്നത് രണ്ട് സിനിമകളെ ബേസ് ചെയ്തിട്ടാണ് ചെയ്ത്. അങ്ങനെയല്ല, നടന്നെങ്കിൽ പിന്നില് വളരെ കാലങ്ങൾ പോകുമ്പോൾ ഒരു തീരുമാനമുണ്ട്, അതിന്റെ ഒരു പ്ലാനിങ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ അത് ഈ സിനിമകളിൽ ഉണ്ടാവുന്നതല്ല. പറയുന്ന ഈ പറയുന്ന വ്യക്തി ആ സിനിമ കണ്ടിട്ടുണ്ടോ അറിയില്ല. അവരുടെ കുടുംബ ബാധ്യതകൾ, അവരുടെ പ്രശ്നങ്ങൾ, പിന്നെ അവരീ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നെറ്റ്ഫ്ലിക്സ് പോലുള്ള, ആമസോൺ പോലുള്ള വേൾഡ് വൈഡ് വെബ് സീരീസ് ഉണ്ട്. അതിലൊക്കെ ഉണ്ടാകുന്ന ഭീകരമായ വയലൻസുകൾ ആ OTT പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ ആക്കിയിട്ടിരിക്കണം. അപ്പൊ അതെല്ലാം കാണുന്ന ജനങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർക്ക് അത് ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കാം. മലയാളത്തിൽ വന്ന ഒന്ന് രണ്ട് ചെറിയ പടങ്ങൾ കണ്ടുകൊണ്ടാണെന്ന് പറയുന്നതിനകത്ത് ഒരു ശരിയാണ്.